ടി.ജെ. ശ്രീലാൽ ഇതിന് എങ്ങനെ പരിഹാരമാകുമെന്നാണ് വിചാരിക്കുന്നത്? കാരണം കെ സുധാകരനെ ഇനി കാണാൻ ആരുമില്ല. രാഹുൽ ഗാന്ധി ഒഴികെ മറ്റെല്ലാവരും, കേരളത്തിലെ എല്ലാ നേതാക്കളും തന്നെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. പക്ഷെ അതിലൊന്നും അദ്ദേഹം സമവായപ്പെടാൻ തയ്യാറുമല്ല. ഇനി എന്ത് പരിഹാരമാണ്? നോക്കൂ മാധു, ഇതിൽ തീരുമാനം ഒന്നേ ഉള്ളൂ. ആ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ആരെടുക്കും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ നേരത്തെ ശ്രീ സജീവൻ പറഞ്ഞു നിർത്തിയെടുത്തെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഹൈക്കമാൻഡിന് കേരളത്തിലെ നേതാക്കളോട്, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് കേരളത്തിൽ ഉറച്ച നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ നേതൃത്വത്തെക്കാൾ വലിയ വീക്ക്നെസ്സിലാണ് ഹൈക്കമാൻഡ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നോക്കൂ, ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അധികാരം പിടിക്കൽ മാത്രമല്ല കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അത്ര ഒരു വലിയ പ്രതിസന്ധി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. കോൺഗ്രസിന് ഇപ്പോൾ 27 സീറ്റാണ് രാജ്യസഭയിലുള്ളത്. 25 സീറ്റ് വേണം രാജ്യസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടണമെങ്കിൽ. ഇപ്പോൾ കോൺഗ്രസിന് ഏതാണ്ട് ഒരു 10 സീറ്റുകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഏതാണ്ട് 8-9 സീറ്റ് ഒഴിവ് വരുന്നു. കേരളത്തിൽ 3 സീറ്റ് ഒഴിവ് വരുന്നുണ്ട്. മെയ് കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ മെയ്യിൽ 3 സീറ്റുകൾ കേരളത്തിൽ ഒഴിവ് വരുന്നു. എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഡി എം കെ പറഞ്ഞ സീറ്റിന് ഒത്തുതീർപ്പുണ്ടാക്കുകയും ഒരു രാജ്യസഭാ സീറ്റ് കൂടുതൽ വാങ്ങി സെറ്റിലായത് കോൺഗ്രസ്? കാരണം കോൺഗ്രസിന് പരമാവധി എം പിമാരെ രാജ്യസഭയിൽ എത്തിച്ചാൽ മാത്രമേ കോൺഗ്രസിന് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നിലനിർത്താനാകൂ. 25 സീറ്റ് 27-ൽ 6-7 സീറ്റ് കുറയാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ അടുത്ത് ഒഴിവ് വരുന്ന 3 സീറ്റിൽ 2 പിടിക്കണമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ എത്തിയേ തീരൂ. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ കോൺഗ്രസ് ചരിത്രത്തിൽ നേരിടാത്ത രാജ്യസഭാ സീറ്റ് മാറ്റിവെച്ച് ലോക്സഭയിൽ മത്സരിക്കാൻ ഇവിടെ വന്നത്. അത് ഞാൻ പറയാതെ വിട്ടതാണ്. അത് മുൻപ് പറഞ്ഞ മാധു ഞാനുമുള്ളൊരു ചർച്ചയിൽ പറഞ്ഞത് മാധുവിന് ഓർമ്മ ഉണ്ടാവും. ഇത്തരത്തിൽ കോൺഗ്രസ് ചരിത്രത്തിൽ നേരിടാത്ത വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് അതൊന്നും മുന്നിൽ കാണാതെ ഇത്ര ലാഘവത്തോടെ അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങളെടുത്ത് ഡൽഹിയിൽ ചർച്ച നടത്തുന്നതെന്നുള്ളതും കേരളത്തിൽ ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന വലിയ രാഷ്ട്രീയ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കാൻ പോലും കഴിയാതെ നോക്കൂ. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വലിയ ഒരു ആരോപണം, കണ്ണൂരിൽ ഒരു മുതിർന്ന നേതാവ് CPM-നെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു. അതിന് CPM മറുപടി നൽകിയത് നോക്കൂ. ഇന്ന് മുഖ്യമന്ത്രി അവിടെ റോഡ് ഷോ നടത്തിക്കൊണ്ടാണ് അത് ഇന്ന് ആരോപണത്തിൽ തൊട്ട് പിന്നാലെ തീരുമാനിച്ചതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ഇന്ന് അവിടെ റോഡ് ഷോ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പുറത്ത് നോക്കൂ, കോൺഗ്രസിന്റെ സീനിയർ നേതാക്കളായ മുഴുവൻ നേതാക്കളും ഡൽഹിയിൽ അടച്ചിട്ട മുറിയിൽ ചർച്ചയിലാണ്. ഈ തരത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ സംസ്ഥാന നേതാക്കൾ ആരുമില്ല. സംസ്ഥാന നേതാക്കളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് മറുഭാഗത്ത് നടക്കുന്നതും. അതായത് കെ സുധാകരൻ അനുനയിപ്പിക്കാൻ ഓടി നടക്കുന്നു. ഇങ്ങനെ സംസ്ഥാന നേതാക്കൾ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. സംസ്ഥാന നേതാക്കൾ വീണ് കിട്ടുന്ന ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കാൻ കഴിയാതെ ഡൽഹിയിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുന്നു. അതേസമയം കോൺഗ്രസ് ആകട്ടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നു. അപ്പോൾ റിയാലിറ്റിയിലേക്കല്ല കോൺഗ്രസ് നടന്നു നീങ്ങുന്നത്. ഇപ്പോൾ ശ്രീ ജിൻഡോ പറയുന്ന പോലെ ഇതൊന്നും ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നത്, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറയുമ്പോൾ ജനങ്ങളാണിത് കാണുന്നത്. ജനങ്ങളുടെ മുന്നിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥി തീരുമാനിച്ചെന്നാൽ ജനങ്ങൾ അംഗീകരിക്കുമെന്നുള്ള ഒരു ധാരണ അത് ശരിയായ ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങളോട് നിങ്ങൾക്ക് മറുപടി പറയണം. ഈ സർക്കാരിൻ്റെ ഏതൊക്കെ നയങ്ങൾ നിങ്ങൾ എതിർത്തു എന്നുള്ളത് ജനങ്ങളോട് നിങ്ങളുടെ നേതാക്കൾ പറയേണ്ട സമയമാണിപ്പോൾ. ആ സമയത്താണ് നേതാക്കൾ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കണ്ടുകൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ വിസ്മയം കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും കണക്ക് തീരില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്കാണ് കടക്കുന്നത്. ആ സീരിയസ്നെസ് Debate with Madhu Saji.